Hi, hello guys. Welcome back to my YouTube channel. I'm back with another vlog. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പം ഇത് കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ആയിരുന്നു. അപ്പോൾ ഞാനിതൊരു ലീവ് ദിവസമാണ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ അന്നൊരു 6:30 ആയപ്പോഴായിരുന്നു എണീറ്റിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ തലേന്ന് ആബ്സെൻ്റ് ആയിരുന്നു. സോ എനിക്ക് നോട്ട് എഴുതാനുണ്ട്, അതേപോലെ കുറച്ചൊക്കെ പഠിക്കാനുണ്ട്. കാരണം പിറ്റേ ദിവസം മാത്സിൻ്റെ ടെസ്റ്റ് പേപ്പറൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഫസ്റ്റ് എണീറ്റപ്പോൾ തന്നെ ഞാൻ കട്ടിലൊക്കെ വിരിച്ചിട്ടു. പിന്നെ ടേബിളൊക്കെ ഒന്ന് ഒതുക്കി വെച്ചു. കാരണം എല്ലാം അലങ്കോലമായിട്ട് കിടക്കായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ടു ഡു ലിസ്റ്റൊക്കെ നോക്കി എല്ലാം ഒന്നും കൂടെ റീപ്ലാൻ ചെയ്തു. എന്തെങ്കിലും ടാസ്ക്സ് ആഡ് ചെയ്യാനുണ്ടോ എന്നുള്ള കാര്യമൊക്കെ നോക്കിയിട്ട് അതവിടെ തുറന്നു വെച്ചു. അപ്പം ഇപ്പോഴും ഓർമ്മയുണ്ടാവും ഇത്രയും ടാസ്ക്സ് തീർക്കാനുണ്ടോ, ഒത്തിരി നേരം സമയം വേസ്റ്റ് ചെയ്യാനില്ല എന്നൊക്കെ. ഞാൻ തലേദിവസം തന്നെ കുറേ നോട്ടൊക്കെ എഴുതി കംപ്ലീറ്റ് ചെയ്തായിരുന്നു. പിന്നെ എനിക്ക് മാത്സിൻ്റെ മാത്രം എഴുതിയാൽ മതിയായിരുന്നു. ഞാൻ ആദ്യം തന്നെ സുവോളജി ക്ലാസ് കാണുമായിരുന്നു. ഇത് സ്കൂളിൽ പഠിപ്പിച്ചതായിരുന്നു. ഞാൻ ആബ്സെൻ്റ് ആയിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ അതിൻ്റെ ക്ലാസ് കാണുവാണ്. ഇല്ലെങ്കിൽ ബാലൻസ് ക്ലാസ്സിൽ പോയിരിക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് ഞാൻ ആ ഒരു ക്ലാസ് കണ്ട് എക്സാമിന് എൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്ന് ഒരു ക്ലാസ് എടുത്തു. എന്നിട്ട് അത് കാണുമായിരുന്നു. ബയോമോളിക്യൂൾസ് എന്ന് പറഞ്ഞ ചാപ്റ്ററായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ ബയോളജി പഠിക്കുമ്പം മാക്സിമം ടെക്സ്റ്റ് തന്നെ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. 10th ടെക്സ്റ്റിൻ്റെ മാത്രം ആവശ്യമുള്ളതെന്നാണ് ഞാൻ പറയാം. പിന്നെ 10th തൊട്ട് എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് ബയോളജിയാണ്. +1 കയറിയപ്പോൾ സുവോളജിയാണ് കുറച്ചുകൂടെ ഇഷ്ടം ബോട്ടണിയേക്കാളും. എനിവേ നമുക്കൊരു ടൈം ലാപ്സ് കണ്ടിട്ട് വരാം. പിന്നെ അതൊക്കെ കഴിഞ്ഞൊരു 8:15 ആയപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അത് കഴിഞ്ഞ് ബാക്ക് ടു സ്റ്റഡി സെഷൻ. ഒരു 9:15 ആയപ്പോഴാണ് ഞാൻ വീണ്ടും പഠിക്കാൻ വന്നിരുന്നത്. പിന്നെ ഞാൻ ക്ലാസ് കണ്ട് കഴിഞ്ഞ് ആ ഒരു ഭാഗമൊക്കെ പഠിക്കുകയായിരുന്നു. ജസ്റ്റ് അതൊക്കെ ഒന്ന് എഴുതി നോക്കുമായിരുന്നു. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് കുറേ കാർബൺ കോമ്പൗണ്ട്സ് അങ്ങനെയൊക്കെ വരുന്നുണ്ടായിരുന്നു. സോ അതൊക്കെ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കി. പിന്നെ ആ ഒരു സുവോളജി എന്ന് പറഞ്ഞ ആ ഒരു ക്ലാസ് കാണുന്ന ടാസ്കും അത് പഠിച്ച ടാസ്കും കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ടു ഡു ലിസ്റ്റിൽ ഇങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ ഒരു വല്ലാത്ത സാറ്റിസ്ഫാക്ഷനാണ്. ടു ഡു ലിസ്റ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടല്ലോ. സോ ഇനി പ്രത്യേകിച്ച് പറയേണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ മാത്സ് നോട്ട് എഴുതാനായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഇത് സുവോളജി പഠിച്ചു കഴിഞ്ഞപ്പോൾ ഒരു 10:30-11 മണിയായി. പിന്നെ ഞാൻ ഈ ഒരു മാത്സ് നോട്ട് എഴുതാൻ വേണ്ടി ഇരുന്നു. 10th പഠിക്കുന്ന ആരോ മാത്സിൻ്റെ സ്റ്റഡി ടിപ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ 10th മാക്സിമം PYQ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്സിൽ A+ ഷ്യൂറാണ്. പിന്നെ നിങ്ങൾ ആ ഒരു കോൺസെപ്റ്റ് തറവാക്കുക. അത്യാവശ്യം ഇക്വേഷൻസും കൂടെ അറിയാമെങ്കിൽ പിന്നെ നിങ്ങൾ ചാപ്റ്ററിൻ്റെ മുൻ വർഷങ്ങളിലെ വെയിറ്റേജും കൂടെ നോക്കുക കേട്ടോ. അപ്പോൾ അത്രയൊക്കെ എനിക്ക് മാത്സിൻ്റെ കാര്യത്തിൽ പറയാനുള്ളൂ. അപ്പോൾ എൻ്റെ ടേബിളിൽ വെച്ചിരുന്ന ചായ ഞാൻ തട്ടിക്കളഞ്ഞു ഗൈസ്. പിന്നെ അതൊന്ന് ക്ലീൻ ചെയ്യുമായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ മാത്സ് നോട്ട് എഴുതി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് എഴുതാനുണ്ടായിരുന്നു. ഒരു ദിവസം കൊണ്ട് ഒത്തിരി പഠിപ്പിച്ചു. കാരണം 2 പീരീഡ് മാത്സ് ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം, ഞാൻ ആബ്സെൻ്റ് ആയ ദിവസം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു ഡെസ്ക് കവറൊക്കെ മാറ്റായിരുന്നു. ടാസ്ക്സ് അത്യാവശ്യം കംപ്ലീറ്റ് ആയി. ഇനിയിപ്പം കെമിസ്ട്രിയും മാത്സും കൂടിയൊക്കെ ഉള്ളൂ. സോ ഞാൻ ഡെസ്ക് കവർ മാറ്റി. കാരണം കുറച്ച് ദിവസമായി. പക്ഷേ ആ സമയത്തേക്ക് മൊത്തം അലങ്കോലമായിട്ടുണ്ട്. എൻ്റെ കട്ടിലയിലാണ് മുഴുവൻ അലങ്കോലം. ഇനി അതും കൂടെ ക്ലീൻ ചെയ്തിട്ട് വേണം ലഞ്ചും കൂടെ കഴിക്കാൻ. സോ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റീനെ ഇൻക്രീസ് ചെയ്യുന്നതിന് നമ്മുടെ സ്പേസ് ക്ലീൻ ആയിരിക്കുക എന്നുള്ളത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ് കേട്ടോ. എനിക്കിത് മാറ്റി കഴിഞ്ഞപ്പോൾ തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു ക്ലീൻ സ്പേസ് ഒരു പ്രത്യേക വൈബ് തന്നെയാണ് തരുന്നത്. നമുക്കതൊന്ന് കോൺസെൻട്രേറ്റഡ് ആയിട്ടിരിക്കാൻ. ഇപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി ഡിസ്ട്രാക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത സമയത്ത് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും. പിന്നെ ഞാൻ കുറച്ച് നേരമൊക്കെ ഫോണിൽ സ്ക്രോൾ ചെയ്തു. പിന്നെ ഞാൻ ഒരു മണിക്കൂർ കിടന്നുറങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഫ്രഷായി. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കെമിസ്ട്രി ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നിങ്ങൾക്ക് കെമിസ്ട്രിയുടെയും ഫിസിക്സിൻ്റെയൊക്കെ ന്യൂമറിക്സ് ക്വസ്റ്റ്യൻസൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങൾ അതിൻ്റെ തിയറി ഒരു കാരണവശാലും വിടരുത്. എന്ന് വെച്ചാൽ കാണാതെ പഠിക്കേണ്ട ചില ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പം 10th 9th +1 ഏതൊരു ക്ലാസ്സിലാണെങ്കിലും അങ്ങനെ കുറച്ച് പോർഷൻസ് ഉണ്ടായിരിക്കും. അതിനർത്ഥം ന്യൂമറിക്സ് പഠിക്കരുതെന്നല്ല കേട്ടോ. പക്ഷേ തിയറിയിൽ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുക. പക്ഷേ അതേപോലെ തന്നെ നമ്മൾ ന്യൂമറിക്സ് കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ് എന്നാണല്ലോ. സോ മാക്സിമം വർക്ക് ചെയ്യുക. നമ്മളെക്കൊണ്ട് പറ്റാത്തതായിട്ട് ഒന്നുമില്ല എന്ന് തന്നെ വിചാരിക്കുക. റിസൾട്ട് എന്തോ ആയിക്കോട്ടെ, നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊരു സാറ്റിസ്ഫാക്ഷൻ ആണല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കെമിസ്ട്രി കഴിഞ്ഞ് ഒരു 15 മിനിറ്റ് ബ്രേക്ക് എടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ മാത്സ് പഠിക്കാൻ വേണ്ടിയിട്ടിരുന്നു. ഏകദേശം ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ മാത്സ് പഠിക്കാൻ വേണ്ടിയിട്ടിരുന്നു. മാത്സിൽ ട്രിഗ്നോമെട്രി എന്ന് പറഞ്ഞ ചാപ്റ്റർ ഞാൻ ടെസ്റ്റ് പേപ്പറാണെന്ന് പറഞ്ഞല്ലോ. സോ അപ്പോൾ അതിൽ ഞാൻ മാക്സിമം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുമായിരുന്നു. നോട്ട്ബുക്കിൽ തന്നേക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം PYQ ഓറിയൻറ്റഡ് തന്നെയാണ്. ഞാൻ PYQ ഒക്കെ ചെയ്തപ്പോൾ മനസ്സിലായി അതിൻ്റെ സൊല്യൂഷൻ ഞങ്ങളുടെ നോട്ട്ബുക്കിലുണ്ട്. കാരണം കുറേ ക്വസ്റ്റ്യൻസ് ടീച്ചർ ഞങ്ങളെ നോട്ടിൽ തന്നെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പിന്നെ NCERT എട്ട് ചെയ്തു. പിന്നെ സൈലത്തിലെ ഒരു ക്ലാസ്സൊക്കെ കണ്ടു. ഞാൻ സൈലും എക്സാമിനറും ഒക്കെ കാണാറുണ്ട് കേട്ടോ. എനിക്ക് ചില സമയത്ത് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ക്ലാസ് അതാണ് ഞാൻ കാണാറ്. പിന്നെ ഞാൻ മാക്സിമം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തു. കാരണം ആ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. പിന്നെ ടെസ്റ്റ് പേപ്പറൊക്കെ കഴിഞ്ഞു കേട്ടോ.
അത്യാവശ്യം വലിയ കുഴപ്പമില്ലായിരുന്നു. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ വർക്ക് ചെയ്തു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. എന്തായാലും ഞാൻ പിന്നെ ഡിന്നറൊക്കെ കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുമായിരുന്നു. മാക്സിമം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് തന്നെ പഠിക്കുമായിരുന്നു. കാരണം ഇല്ലെങ്കിൽ നടക്കില്ല. ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. സോ അത് ഏത് ആപ്റ്റാണെങ്കിലും കണക്കൊക്കെ തന്നെയാണ്. നമ്മൾ 1.41K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. സോ ഗൈസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കനിൽ ഓളെന്നും കൂടെ ക്ലിക്ക് ചെയ്യുക. നമ്മൾ 2025 മുമ്പ് അറ്റ്ലീസ്റ്റ് 2K അടിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഇനി നമുക്കൊരു ടൈം ലാപ്സ് കാണാം. എൻ്റെ സ്റ്റഡി വ്ളോഗും ഡേ ഇൻ മൈ ലൈഫും തമ്മിൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. രണ്ടിലും മെയിൻ പരിപാടി പഠിത്തം തന്നെയാണ്. പ്രത്യേകിച്ച് എൻ്റർടൈൻമെൻ്റ് ഒന്നുമില്ല. അതുകൊണ്ടാണ് ഇടയ്ക്ക് പോലും ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാത്തത്. താങ്ക് യു.